നമസ്കാരം. ഇന്ന് നമ്മൾ ഫൈലേറിയാസിസ് ആന്റിജൻ ടെസ്റ്റിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. സ്റ്റാൻഡേർഡ് ക്യൂ ഫൈലേറിയാസിസ് റാപ്പിഡ് ടെസ്റ്റ് എന്ന് അറിയപ്പെടുന്ന ഒരു ചെറിയ സ്ട്രിപ്പ് ഉപയോഗിച്ചാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. ഈ പരിശോധനയ്ക്കായി വൃത്തിയുള്ള കോട്ടൺ സ്വാബ്, വിരലിൽ കുത്തുന്നതിനായി ചെറിയ ലാൻസെറ്റ് അല്ലെങ്കിൽ സൂചി, ടെസ്റ്റ് സ്ട്രിപ്പ്, സാമ്പിൾ കളക്ടർ, ബഫർ സൊല്യൂഷൻ എന്നിവ അടങ്ങിയ ഫൈലേറിയാസിസ് കിറ്റ് ആവശ്യമാണ്. ടെസ്റ്റ് സ്ട്രിപ്പിന് രണ്ട് ഭാഗങ്ങളുണ്ട്. സി എന്നടയാളപ്പെടുത്തിയ കൺട്രോൾ ലൈനും ടി എന്നടയാളപ്പെടുത്തിയ ടെസ്റ്റ് ലൈനും. ഫൈലേറിയാസിസ് കണ്ടെത്താൻ സാധാരണയായി രാത്രി സമയത്ത് എടുക്കുന്ന ബ്ലഡ് സ്മിയർ ആണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഈ ടെസ്റ്റിന്റെ പ്രധാന ഗുണം എന്തെന്നാൽ ഇത് ദിവസത്തിൽ ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. ഇനി ടെസ്റ്റ് ചെയ്യുന്ന രീതി പരിചയപ്പെടാം. ആരോഗ്യ പ്രവർത്തകർ ആദ്യം നിങ്ങളുടെ വിരലിന്റെ അഗ്രഭാഗം സ്പിരിറ്റ് അല്ലെങ്കിൽ ആൽക്കഹോൾ അടങ്ങിയ കോട്ടൺ സ്വാബ് ഉപയോഗിച്ച് വൃത്തിയാക്കുന്നു. ശേഷം ലാൻസെറ്റ് ഉപയോഗിച്ച് മൃദുവായി കുത്തുന്നു. പുറത്തേക്ക് വരുന്ന രക്തത്തുള്ളികൾ സാമ്പിൾ കളക്ടർ ഉപയോഗിച്ച് ശേഖരിക്കുന്നു. ശേഖരിച്ച രക്തം ഫൈലേറിയാസിസ് ടെസ്റ്റ് സ്ട്രിപ്പിൽ ചേർക്കുന്നു. തുടർന്ന് 2 തുള്ളി ബഫർ സൊല്യൂഷൻ ചേർക്കുന്നു. ഈ ബഫർ സൊല്യൂഷൻ രക്തത്തെ സ്ട്രിപ്പിലൂടെ മുന്നോട്ട് നീക്കുവാനും പരിശോധനാ ഫലം വ്യക്തമായി കാണാനും സഹായിക്കുന്നു. ശേഷം കാത്തിരിക്കുക. പരിശോധനാ ഫലം 10 മുതൽ 20 മിനിറ്റിനുള്ളിൽ ടെസ്റ്റ് സ്ട്രിപ്പിൽ കാണാൻ സാധിക്കുന്നു. ഈ സമയത്ത് ടെസ്റ്റ് സ്ട്രിപ്പിന് യാതൊരു വിധത്തിലുള്ള ചലനവും ഉണ്ടാക്കരുത്. സി എന്ന് അടയാളപ്പെടുത്തിയ ഒരു വരി മാത്രം പ്രത്യക്ഷപ്പെട്ടാൽ പരിശോധനാ ഫലം നെഗറ്റീവ് എന്നതാണ് അർത്ഥം. രക്തത്തിൽ ഫൈലേറിയൽ ആന്റിജൻ കണ്ടെത്തിയില്ല. സിയിലും ടിയിലും 2 വരികൾ പ്രത്യക്ഷപ്പെട്ടാൽ പരിശോധനാ ഫലം പോസിറ്റീവ് ആണ്. ഫൈലേറിയൽ ആന്റിജൻ കണ്ടെത്തി അഥവാ വേം അണുബാധ രക്തത്തിൽ ഉണ്ടെന്നും മനസ്സിലാക്കാം. തുടർന്ന് വ്യക്തിയെ ചികിത്സയ്ക്കായി റെഫർ ചെയ്യേണ്ടതുമാണ്. രണ്ടാമത്തെ വരിയിൽ ടി എന്ന ലൈൻ മങ്ങിയതാണെങ്കിലും അത് പോസിറ്റീവ് ഫലമായി കണക്കാക്കുന്നു. സി എന്ന ഭാഗത്ത് ലൈൻ ഒന്നും വന്നില്ലെങ്കിൽ ആ പരിശോധന അസാധുവായി കണക്കാക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു പുതിയ സ്ട്രിപ്പ് ഉപയോഗിച്ച് പരിശോധന ആവർത്തിക്കണം. ഈ ലളിതമായ പരിശോധന മന്ദരോഗം അഥവാ ഫൈലേറിയാസിസ് ഗുരുതരമായ അവസ്ഥയിലെത്തിക്കാതെ നേരത്തെ തന്നെ രോഗാവസ്ഥ അറിയാൻ സാധിക്കുന്നു. ഈ പരിശോധന വേഗത്തിലും സുരക്ഷിതമായും ചിലവില്ലാത്തതുമാണ്. ഒരുമിച്ച് നമുക്ക് സമൂഹത്തിൽ നിന്നും ഫൈലേറിയാസിസ് ഇല്ലാതാക്കാം. നന്ദി.